ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. ഇനി അത് നടപ്പാക്കുന്ന ഉത്തരവാദിത്വം പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതിന് അവരെ കാര്യക്ഷമമായി നിർവഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സംവിധാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് PWD ഉദ്യോഗസ്ഥരുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ സംയുക്തമായ യോഗം രാവിലെ 9 മണി മുതൽ ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായും പ്രശ്നങ്ങളുള്ള പരിഹരിക്കപ്പെടേണ്ടതായ റോഡുകളുടെ കാര്യത്തിലെല്ലാം ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് നടപ്പാക്കുന്നത് സംബന്ധിച്ച്. അപ്പം നമുക്കിപ്പോൾ ഉള്ള മുഖ്യ തടസ്സം മഴയാണ്. കേരളം ഒട്ടാകെയുണ്ട്. ഇപ്പോൾ ശബരിമല റോഡുകളുടെ കാര്യത്തിൽ പോലും ഗവൺമെൻറ് ലക്ഷ്യമിട്ടതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ മഴ തുടരുകയാണ്. പ്രായോഗികമായ വൈഷമ്യം നമുക്ക് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ആരംഭിക്കുന്നതിന് അനുകൂല കാലാവസ്ഥ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അനുകൂല കാലാവസ്ഥ ലഭിച്ചാൽ പിന്നെ താമസിക്കാതെ പ്രവൃത്തികൾ നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിന് കഴിയുന്ന വിധത്തിൽ ഓരോ റോഡുകളുടെയും കാര്യത്തിൽ പ്രത്യേകമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള റോഡ് പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും പരിഹരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കടുത്തുരുത്തി പിറവം റോഡ് ഒരു ഗുരുതരമായ സാങ്കേതിക പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുന്ന റോഡാണ്. സർക്കാരിൻ്റെ നയം മൂലമാണ് നമുക്കിപ്പോൾ ഇത് പ്രവൃത്തി നടത്താൻ ബുദ്ധിമുട്ട് നേരിട്ടത്. കാരണം നയപരമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി റോഡ് നിർമ്മാണത്തിന് വേണ്ടി വെട്ടിപ്പൊളിച്ചാൽ വാട്ടർ അതോറിറ്റി തന്നെ റീടാറിങ് നടത്തിക്കോണം. ഇതാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളൊരു നിലപാട്. വാട്ടർ അതോറിറ്റി നിർമ്മാണം നടത്തി അവിടെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കറക്റ്റ് ചെയ്തോളും. വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന സ്ഥിതി ഉണ്ടായെന്നാൽ പുനരുദ്ധരിക്കുന്ന ജോലി വാട്ടർ അതോറിറ്റിക്കാണ്. അപ്പോൾ അങ്ങനെ വാട്ടർ അതോറിറ്റി ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നതാണ്. അതിൽ PWD വർക്ക് ചെയ്യുന്നതിലേക്ക് പോയാൽ അത് ഒരിക്കലും വല്ല. അപ്പോൾ ഒരു MOU വെച്ചിട്ടുണ്ട്, ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അത് വെച്ച് വാട്ടർ അതോറിറ്റി ഈ പ്രശ്നത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി ചെയ്തിട്ടുള്ള റോഡിൽ PWDക്ക് വർക്ക് ചെയ്യാൻ വരാത്ത അവസ്ഥയാണ്. അപ്പോൾ കടുത്തുരുത്തി